ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അതിമനോഹരമായി ഒരു ട്രീ എങ്ങനെ പെയിന്റ് ചെയ്യാം എന്നാണ് കാണിക്കാൻ പോകുന്നത്. അക്രിലിക് പെയിന്റ് ആണ് ഞാൻ ഇതിന് യൂസ് ചെയ്യുന്നത് കേട്ടോ. വളരെ ലളിതമായി ചെയ്ത ഈ പെയിന്റിംഗ് തുടക്കക്കാർക്കും എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുതേ. ആദ്യം തന്നെ ഇതുപോലൊരു A4 ഷീറ്റ് എടുത്തതിന് ശേഷം ഇതിന്റെ രണ്ട് സൈഡിലും നമുക്ക് ഇതുപോലെ ഡാർക്ക് ബ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാൻ A4 ഷീറ്റ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിന് പകരം ക്യാൻവാസ് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. എൻ്റെ കയ്യിൽ ക്യാൻവാസ് ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ A4 ഷീറ്റ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വൈറ്റ് കളർ എടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കളർ ചെയ്തെടുക്കാം. A4 ഷീറ്റിൽ നമ്മൾ പെയിന്റ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ചുളിവുകളൊക്കെ വരും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ക്യാൻവാസ് യൂസ് ചെയ്യാൻ പറഞ്ഞത്. കണ്ടില്ലേ, ഇങ്ങനെ ഒരു ചുളിവുകൾ വരാൻ സാധ്യതയുണ്ട്. ആദ്യമായിട്ട് ഇത് ചെയ്തു പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് A4 ഷീറ്റ് തന്നെ ധാരാളമാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ സെൻട്രലിലൂടെ വൈറ്റ് കളർ വീണ്ടും അപ്ലൈ ചെയ്യാം. കണ്ടില്ലേ, സെൻട്രൽ മുഴുവനായിട്ടും വൈറ്റ് തന്നെ യൂസ് ചെയ്യണം. ഇതിങ്ങനെ ചെയ്യുന്നത് ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഫീൽ കിട്ടാനാണ് കേട്ടോ. ഇനി നമുക്ക് ട്രീ വരച്ചു തുടങ്ങാം കേട്ടോ. ആദ്യം തന്നെ ഡാർക്ക് ഗ്രീൻ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇനി ഡാർക്ക് ഗ്രീൻ ഇല്ലാത്തവർ വിഷമിക്കണ്ട കേട്ടോ, അതിന് നമുക്കൊരു വഴിയുണ്ട്. ലൈറ്റ് ഗ്രീനിലേക്ക് കുറച്ച് ബ്ലാക്ക് മിക്സ് ചെയ്തെടുത്താൽ നമുക്ക് ഡാർക്ക് ഗ്രീൻ കിട്ടും കേട്ടോ. അതുകൊണ്ട് ചെയ്താലും മതി. എന്നിട്ട് ഇതുപോലെ ബ്രഷ് ഉപയോഗിച്ച് വെറുതെ അവിടെ ഇവിടെ ആയിട്ടൊന്നിങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിന് സ്റ്റെമ്മ് വരച്ചു കൊടുക്കാം കേട്ടോ. ഇതുപോലെ ബ്ലാക്ക് ഉപയോഗിച്ച് നമുക്ക് സ്റ്റെമ്മുകൾ ഇങ്ങനെ വരച്ചെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു കളർ ഗ്രീൻ ഉപയോഗിച്ച് ഇതിൻ്റെ മേളിലൂടെ രണ്ടാമത്തെ ലെയർ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ജസ്റ്റ് ഒന്ന് അവിടെ ഇവിടെ ആയിട്ട് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി മുഴുവനായിട്ടും ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നേരത്തെ ചെയ്ത ഗ്രീൻ കളറിലേക്ക് യെല്ലോ കളർ മിക്സ് ചെയ്ത് മറ്റൊരു ഷെയ്ഡ് ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് വീണ്ടും ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്തെടുക്കാം. ഈ രീതിയിൽ നമുക്കിനി എല്ലാ ഭാഗത്തും ഒന്ന് ചെയ്തെടുക്കാം. ഇനി നമ്മൾ യെല്ലോ കളർ മാത്രമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇതുപോലെ യെല്ലോ കളറിൽ ഒന്ന് ടച്ച് ചെയ്തതിന് ശേഷം ഇലകളുടെ തുമ്പുവശത്തായിട്ട് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് ഇതുപോലെ വെച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഡ്രോയിങ് താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കിത് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. അപ്പോൾ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട്? നിങ്ങൾക്കും ഈ പെയിന്റിംഗ് അടിപൊളിയായിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇന്നത്തെ എൻ്റെ ഈ വർക്ക് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. കൂടുതൽ പെയിന്റിംഗ് വീഡിയോകൾ കാണാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത്.
മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.